നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി കർത്താവിന് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. സങ്കീർത്തകൻ്റെ ഓരോ വാക്കും സഫലമാവുകയാണ് ഫീസ്റ്റ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കലാകാരൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം കല ദൈവിക ദാനവും ജീവിതാവിഷ്കാരവുമാണ്. സൂര്യകിരണങ്ങൾ പോലും ഭൂമിയിലേക്ക് പതിക്കാൻ മടിച്ചു നിൽക്കുന്ന ഇരുണ്ട കാലത്തിലേക്കാണ് കുന്നും മലയും കയറി അവർ തങ്ങളുടെ ജീവിതം നട്ടുപിടിപ്പിച്ചത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും ദ്വന്ദ്വയുദ്ധം നടത്തി തങ്ങളുടെ നാടിനെ പടുത്തുയർത്തിയ ഈ ജനതയ്ക്ക് പക്ഷേ നഷ്ടക്കണക്കുകൾ മാത്രമേ നിരത്താനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവെന്ന സ്നേഹമയി ഭാവം പൂണ്ട വലിയ സംരക്ഷണത്തിൻ്റെ തണലിൽ നഷ്ടക്കണക്കുകൾ അവർ മറന്നു. ഇല്ലായ്മയുടെ വറുതിയിലും ഈ ജനത ഒരുമിച്ച് നിന്നു. അമ്പലവയൽ എന്ന ഗ്രാമത്തിൻ്റെ നിറദീപമായി അവർ ഇവിടെ പ്രതിഷ്ഠിച്ചത് തിരുഹൃദയത്തിൻ്റെ തേജസ്സായിരുന്നു. ഇന്ന് ഈ നാടാകെ നിറയുന്ന തേജോമയീ ഭാവം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റേതാണ്. ഇല്ലായ്മയിൽ നിന്നും അവർ പടുത്തുയർത്തിയത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവമായിരുന്നു. ഇന്ന് ഫാദർ മെജോ എന്ന നല്ല ഇടയൻ്റെ സംരക്ഷണത്തിൽ ഈ അജഗണങ്ങൾ ആത്മീയ പൂരിതരാകുന്നു. അമ്പലവയൽ തിരുഹൃദയ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം നാനാജാതി മതസ്ഥർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ദർശിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, തങ്ങളുടെ കാഴ്ചകൾ, തങ്ങളുടെ നേർച്ചകൾ, തങ്ങളുടേതായിട്ടുള്ള പ്രത്യേക നിയോഗങ്ങൾ ഈ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതം എന്ന രീതിയിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ ഇടവകയിൽ ചാർജ് എടുത്തതിന് ശേഷം കാണുവാൻ വേണ്ടി സാധിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം പ്രാപിച്ചാൽ ഏത് വ്യക്തിക്കും തങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുമെന്നും ജീവിതത്തിൽ ആ തിരുഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാനം നിത്യം അനുഭവിക്കുവാൻ വേണ്ടി സാധിക്കുമെന്നും ഞാൻ തീർച്ചയായിട്ടും ഈ ഇടവകയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു. ഇടവകയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുകയാണ് എങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് പ്രത്യേകമായിട്ടും സമിതികളുടെ പ്രവർത്തനങ്ങളാണ്. കുടുംബ പ്രേക്ഷിത സമിതി, സാമൂഹിക സേവന സമിതി, അതേപോലെ തന്നെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്ന പല സമിതികളും ഈ ഒരു ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ സമിതികൾ അവരുടേതായിട്ടുള്ള നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിൽ, സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തി എന്നതിനേക്കാളും ഉപരിയായിട്ട് ഈ സമൂഹത്തെ തന്നെ ഈ സമിതികളുടെ പ്രവർത്തനം വളരെയധികം വളർത്തുന്നതായിട്ട് ദർശിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ളത് 2 ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള 2 വ്യക്തികൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുണ്ട് എന്നുള്ളത് ഇടവക കുടുംബങ്ങളുടെ പ്രാർത്ഥനയുടെ വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്.
ഇനിയും മക്കൾ ദേവാലയ ശുശ്രൂഷയ്ക്കായി, പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടി സന്മനസ് കാണിക്കുമ്പോൾ അതും കുടുംബങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യത്തെ വരച്ചു കാട്ടുകയാണ്. കുടുംബത്തിൽ വളരെയധികം സ്നേഹം ദർശിക്കുവാൻ വേണ്ടി കഴിയുന്നതോടൊപ്പം തന്നെ എനിക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു കാര്യമാണ് ദേവാലയത്തോടുള്ള സ്നേഹം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഇടവക മക്കൾ പറഞ്ഞ ഒരു കാര്യമാണ് അവരുടെ ആദ്യകാല ജീവിതവും ഇന്ന് വന്ന മാറ്റങ്ങളും. ഒരു കുടിലിൽ ഒരു ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ കുടിലിനെ അവർ വിസ്മരിക്കാതെ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ദിവ്യബലിക്കായിട്ടും അവരവിടെ ഒരുമിച്ച് കൂടി. ആദ്യകാലങ്ങളിൽ പത്രോണി പിതാവാണ് ഇവിടെ കുർബാന ചൊല്ലിയിരുന്നതെന്ന് പറയുവാൻ വേണ്ടി സാധിക്കുമ്പോൾ ഓർക്കുക എത്രമാത്രം രൂപതയ്ക്ക് ഈ ഇടവകയോട് സ്നേഹമുണ്ടായിരുന്നിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇടവകയുടെ ഓരോ വളർച്ചയിലും രൂപത വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. 2012 തറക്കല്ലിടുകയും 2014 പൂർത്തിയാക്കുകയും ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് ഇന്ന് അമ്പലവയൽ തിരുഹൃദയ ദേവാലയം. ഇതിനുവേണ്ടി പ്രയത്നിച്ചത് ഓരോ കുടുംബ അംഗങ്ങളുമാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ ഈ കുടുംബങ്ങൾ കടന്നു പോയപ്പോഴും തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ ദേവാലയമാണ് എന്നവർ പറഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിത്യം നിലകൊള്ളുകയും ചെയ്തു. തങ്ങളുടെ ഉറക്കവും തങ്ങളുടെ ഭക്ഷണവും തങ്ങളുടേതായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദേവാലയത്തിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ആലയം കർത്താവിനായിട്ട് പണി കഴിക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുടുംബങ്ങൾക്ക് ഈ ദേവാലയത്തോടുള്ള താല്പര്യം. പ്രത്യേകമായിട്ട് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെയും മദർ തെരേസയുടെയും പ്രത്യേക മാധ്യസ്ഥം യാചിക്കുമ്പോൾ അവരുടെ ജീവിത മാതൃകയും ഈ ഇടവക ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയാണ്. ജോൺ പോൾ പാപ്പയുടെ ഓരോ ജീവിത കാലഘട്ടത്തെക്കുറിച്ചുള്ള ധ്യാനവും മദർ തെരേസയുടെ ശുശ്രൂഷ പാരമ്പര്യവും ഈ ഇടവക ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. ഇന്നെനിക്ക് ഈ ഇടവക ജനത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അഭിമാനം തോന്നുന്നു. എന്തായിരിക്കണം ഒരു ഇടവക ജനം, എന്തായിരിക്കണം അവരുടെ പ്രവർത്തനം, എങ്ങനെയായിരിക്കണം അവരുടെ ആരാധനകൾ എന്നെല്ലാം വളരെ മനോഹരമായിട്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഈ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ ഇടവക ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അധ്യായം ഈ ഇടവക മക്കൾ എനിക്ക് തരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇടവക എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടവകയാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ കുറച്ച് ഇടവക അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും വളരെയധികം ഐക്യത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഒരു സമൂഹത്തിനായിട്ട് ഈ ഒരു രാജ്യത്തിനായിട്ട് ഇവർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും സാധിക്കുന്നുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി തീരട്ടെ എന്ന് പ്രത്യേകം ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. മനുഷ്യസ്നേഹത്തെ പ്രതി വെമ്പൽ കൊള്ളുന്ന ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ കവാടം നമുക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ കൊച്ചു കൂട്ടുകാരികൾക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം.
വാതിൽ തുറക്കുന്ന ദൈവം, സ്നേഹവാനിൽ ഇരിക്കുന്ന ദൈവം. ദ്യോവിന്റെ വാതിൽ തുറന്നിടുവാനായി സൂനുവെ നൽകുന്ന ദൈവം. ദ്യോവിന്റെ വാതിൽ തുറന്നിടുവാനായി സൂനുവെ നൽകുന്ന ദൈവം. എന്നെ കാവലായി ആരും പൊന്നീശോ സ്നേഹമോടെ കാക്കും. പൊന്നീശോ ഹൃദയം നിറയെ സ്നേഹം നൽകിടുവാൻ വന്നിടണേ. എന്നെ കാവലായി ആരും പൊന്നീശോ സ്നേഹമോടെ കാക്കും. പൊന്നീശോ ഹൃദയം നിറയെ സ്നേഹം നൽകിടുവാൻ വന്നിടണേ. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി രൂപതയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. ഇടവകയിലെ യുവതീ യുവാക്കളെ ഇടവക പ്രേഷിതത്വത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് CLC ചെയ്തു വരുന്നത്. ജോലിയുടെയും പഠനത്തിൻ്റെയും തിരക്കിനിടയിലും രോഗികളെയും അനാഥരെയും സന്ദർശിക്കുന്നതിനും സമൂഹത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അക്ഷീണമായി പ്രയത്നിക്കുന്നതിന് CLCയിലെ യുവജനങ്ങൾ പരിശ്രമിക്കാറുണ്ട്. മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന CLCയുടെ മുദ്രാവാക്യം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരിയഭക്തിയിൽ അനുദിനം മുന്നേറുന്ന യുവജനങ്ങളാണ് ഞങ്ങളുടെ ഇടവകയിലേത്. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് കടൽ. ചിലപ്പോൾ ശാന്തവും മറ്റു ചിലപ്പോൾ അസ്വസ്ഥവുമാകാം. മാനമിരുണ്ടാലും മനമിരുണ്ടാലും എൻ്റെ ജീവിതത്തോണി തുഴയാൻ എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സേറ തൻ്റെ മനോഹരമായ നൃത്തത്തിലൂടെ. മാനമിരുണ്ടു മനമിരുണ്ടു മറുകരയെത്തുവാനവർ തുഴഞ്ഞു. മാനമിരുണ്ടു മനമിരുണ്ടു മറുകരയെത്തുവാനവർ തുഴഞ്ഞു. തീരമങ്ങകലെ തിരയിങ്ങു കടലിൽ തീരത്തു വേഗമങ്ങെത്തിടേണം. തീരത്തു വേഗം എത്തിടേണം. തനിയെ ഈ കടലിന്റെ നടുവിൽ കോപിച്ചു തുള്ളുന്ന കടലിന്റെ നടുവിൽ തങ്ങളെ തനിയെ ഈ കടലിന്റെ നടുവിൽ കോപിച്ചു തുള്ളുന്ന കടലിന്റെ നടുവിൽ തള്ളി അയച്ചൊരാ ഗുരുവിനെയോർത്തവർ ഉള്ളാലെ മൗനമായി പഴി പറഞ്ഞു. തള്ളി അയച്ചൊരാ ഗുരുവിനെയോർത്തവർ ഉള്ളാലെ മൗനമായി പഴി പറഞ്ഞു.
തിര തിര പിന്നെയും തിര തിര വന്നങ്ങലച്ചവർ വിറ കൊണ്ടുപോയി. ഒരു തിര 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 പിന്നെയും തിര തിര വന്നങ്ങളച്ചവർ വിറ കൊണ്ടുപോയി. കലികൊണ്ടു തുള്ളുന്ന കടലമ്മയെ കണ്ടു കടലുപ്പറിഞ്ഞവർ പേടിച്ചുപോയി. തിരയെടുത്തെറിയുന്ന തോണിയിൽ ജീവനെ വാരിപ്പിടിച്ചവർ നിലവിളിയായി. തിരയെടുത്തെറിയുന്ന തോണിയിൽ ജീവനെ വാരിപ്പിടിച്ചവർ നിലവിളിയായി. കടലിന്റെ ആഴത്തിലമരുമേ ജീവനെന്നറിയാതെ ഭീതിയോടോർത്തുപോയി. കണ്ണേറു ദൂരെയൊരു കാഴ്ച വീണ്ടും വല്ലാത്ത ഭീതിയിലാഴ്ത്തിയവരെ. കണ്ണേറു ദൂരെയൊരു കാഴ്ച വീണ്ടും വല്ലാത്ത ഭീതിയിലാഴ്ത്തിയവരെ. അലറുന്ന കടലിന്റെ മുകളിലൂടൊരുവനങ്ങവരുടെ നേർക്കു നടന്നു വന്നു. എല്ലാം നശിച്ചു, ഭൂതം പിടിച്ചു എന്നു പറഞ്ഞു നിലവിളിച്ചു. പെട്ടെന്നതാ കേട്ടു, പേടിച്ചിടേണ്ട, ഞാനാണ്, ഗുരുവാണ്, ഭീതി വേണ്ട. ഗുരുവെത്തിയമരത്തിരിക്കവേ കടലോ ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായി. ഗുരുവെത്തിയമരത്തിരിക്കവേ കടലോ ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായി. കുഞ്ഞിക്കോലുസുകൾ കിലുക്കിയോടിയിടുന്ന കുഞ്ഞിളം പൈതലേ പോലെയായി. ഗുരുവന്റെ ജീവന്റെ അമരത്തു വന്നീടിൽ അലറുന്ന കടലൊക്കെ ശാന്ത